ഹലോ നമസ്കാരം. ആർടി മീഡിയയുടെ മറ്റൊരു ലക്കത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് LPSTയുടെ റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. മുൻ വീഡിയോയിൽ LPSTയുടെ റാങ്ക് ലിസ്റ്റിൻ്റെ നിയമന സാധ്യതകളെക്കുറിച്ച് വിശദീകരിച്ചിരുന്നു. ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോയിലേക്ക് വരിക. അതിൻ്റെ തുടർച്ചയാണ് ഈ വീഡിയോ. LPSTയുടെ റാങ്കുമായി ബന്ധപ്പെട്ട് നിയമന സാധ്യതകളെക്കുറിച്ച് ഏതാണ്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ പല ഉദ്യോഗാർത്ഥികളും അവരുടെ റാങ്ക് വെച്ച് എങ്ങനെയാണ് നിയമന സാധ്യതകൾ, എത്രത്തോളം നിയമന സാധ്യതയുണ്ട്, ഈ റാങ്ക് വെച്ച് എത്ര നിയമനം ലഭിക്കും, എപ്പോൾ നിയമനം ലഭിക്കും, എങ്ങനെയാണ് അപ്പോയിൻമെൻറ്റ് ഉണ്ടാവുക തുടങ്ങിയ കാര്യങ്ങൾ വെച്ച് നിരവധിയായ സംശയങ്ങൾ നേരിട്ടും യൂട്യൂബിൽ വീഡിയോയുടെ താഴെ കമൻറ്റായിട്ടും രേഖപ്പെടുത്തിയിരുന്നു. അതുമായിട്ട് പരമാവധി എനിക്ക് കഴിയുന്നത്ര സമയം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഞാൻ മറുപടി നൽകാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാലും പലരുടെയും സംശയങ്ങൾ മാറിയിട്ടില്ല എന്നുള്ളതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. ഏതാനും ജില്ലകളുടെ ലിസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിൽ പ്രതിപാദിക്കുന്നു. ആദ്യമേ പറയട്ടെ, ഏത് റാങ്ക് ലിസ്റ്റിലെ നിയമനം നടക്കുന്നത് അതാത് കാലഘട്ടത്തിലെ സംഭവ വികാസങ്ങൾക്കനുസരിച്ചാണ്. അതായത് എത്രത്തോളം വേഗതയിൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നു, NJD നോൺ ജോയിനിങ് വരുന്നത് എത്രത്തോളം വേഗതയിൽ റിപ്പോർട്ട് ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങൾക്കനുസരിച്ചാണ് നിയമനത്തിൻ്റെ വേഗതകൾ വരുന്നത്. ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, പലരും ഓരോ റാങ്കുകളുടെ നമ്പർ വെച്ചിട്ട് എത്ര റൊട്ടേഷൻ, എത്ര ആൾക്കാരുടെ അപ്പോയിൻമെൻറ്റ് വേണ്ടി വരും എൻ്റെ റാങ്കിലേക്ക് എത്താൻ എന്ന് ചോദിക്കുന്നുണ്ട്. PSCയുടെ തന്നെ റൊട്ടേഷൻ ചാർട്ട് എൻ്റെ സൈറ്റിലുണ്ട്, ഞാനിവിടെ കൊടുക്കാം. ഇതിന് മുകളിൽ ഈ സൈഡിൽ കാണുന്ന റൊട്ടേഷൻ ചാർട്ട്, ഫസ്റ്റ് ഓപ്പൺ കോമ്പറ്റീഷൻ, സെക്കൻഡ് EBT ഈഴവ, തീയ, ബില്ലവ വരുന്ന കാസ്റ്റുകൾ വരുന്നത്, തേർഡ് ഓപ്പൺ കോമ്പറ്റീഷൻ, 4 SC, ഇങ്ങനെ വരുന്ന റൊട്ടേഷൻ ചാർട്ടുണ്ട്. ഈ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് വെച്ച് നിങ്ങളുടെ റാങ്ക് വെച്ച് നിങ്ങൾക്ക് ഒരു ലിസ്റ്റ് തയ്യാറാക്കി നോക്കാം. അതായത് ഒന്നാമത്തെ റാങ്ക് അത് ഓപ്പൺ കോമ്പറ്റീഷനിലേക്ക് പോകുന്നു. അതായത് കഴിഞ്ഞ ലിസ്റ്റിൻ്റെ തുടർച്ചയാണ് ഈ ലിസ്റ്റ് വരിക എന്നുള്ള കാര്യമുണ്ട്. അതിലൊരു കോംപ്ലിക്കേഷൻ ഉണ്ട്. അത് നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട്, അതായത് കഴിഞ്ഞ ലിസ്റ്റ് എവിടെയാണോ അവസാനിച്ചത്, പിന്നെ ഏതൊക്കെ കോമ്പൻസേഷൻ വരാനുണ്ടോ അതെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും ഈ ലിസ്റ്റിൽ നിന്ന്, ആ റൊട്ടേഷൻ ആയിരിക്കും ഈ ലിസ്റ്റിൽ നിന്ന് തുടരുക. അത് നമുക്ക് PSCയുടെ കഴിഞ്ഞ റൊട്ടേഷൻ നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലുള്ളൂ. അത് നമുക്കിപ്പോൾ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതല്ലാതെ തന്നെ നമുക്ക് നോക്കി എടുക്കാൻ ഏതാണ്ടൊരു റാങ്കിലേക്ക് എത്താൻ നമുക്ക് സാധിക്കും. അത് ചെയ്യാവുന്നതാണ്. അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അതായത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ആദ്യത്തെ ലിസ്റ്റ് ജനറൽ കാറ്റഗറിയിൽ നിന്ന് ആദ്യത്തെ റാങ്കുകാരുടെ പോവും, ഓപ്പൺ കോമ്പറ്റീഷനിലേക്ക് പോവും. രണ്ടാമത്തത് ഈഴവ റാങ്ക്, തൊട്ടടുത്ത ഈഴവ എവിടെയാണ് നോക്കുക, അതൊരു 20ാം റാങ്കിലാണ് ഈഴവ ഉള്ളെങ്കിൽ ആ കാൻഡിഡേറ്റിനായിരിക്കും രണ്ടാമത്തെ അപ്പോയിൻറ്റ് വരുന്നത്. മൂന്നാമത്തത് ഓപ്പൺ കോമ്പറ്റീഷനാണ്, അതിന് തൊട്ടടുത്ത രണ്ടാമത്തെ ഇതിലുള്ളത് ഏത് കാറ്റഗറി ആണെങ്കിലും അത് രണ്ടാമത്തെ ഓപ്പൺ കാറ്റഗറിയിൽ പോകും. നാലാമത് SC ആണ്. SCയുടെ റാങ്ക് ചിലപ്പോൾ അങ്ങ് 100ലോ 150ലോ ആണെങ്കിൽ പോലും അവർ നാലാമത് അപ്പോയിൻ്റ് ആവും. അത് ഇങ്ങനെയാണ് റൊട്ടേഷൻ വരുന്നത്. ഈ റൊട്ടേഷൻ ചാർട്ട് പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങളുടെ റാങ്കിന് എത്രാമത്തെ ആൾ വരെ വരേണ്ടി വരും നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടാൻ എന്നുള്ളത് ഏതാണ്ട് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ അടുത്തത് പറയാനുള്ളതിൽ നമുക്ക് ഈ ഒരു സാധ്യത പറയുമ്പോൾ, ഞാൻ പറയുന്നതെല്ലാം 2 ലിസ്റ്റുകളുടെ, ഞാനിപ്പോൾ പരിഗണിക്കുന്നത് തൊട്ട് മുമ്പ് കഴിഞ്ഞ ലിസ്റ്റും അതിന് മുമ്പത്തെ ലിസ്റ്റും, അത് വെച്ചിട്ടാണ് ഞാൻ സാധ്യതകൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ സാധ്യതകൾ മാത്രമാണ്. പലപ്പോഴും ചില ലിസ്റ്റിൽ നിന്ന് കൂടുതൽ നിയമനങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്, ചിലതിൽ നിന്ന് കുറവായിരിക്കും എന്നുള്ളതൊക്കെ നമുക്ക് സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. പക്ഷേ സാധ്യതകളാണ് ഞാൻ പറയുന്നത് എന്നുള്ള ഓർമ്മ വേണം പലർക്കും. 2025, 26, 27 വർഷങ്ങൾ പ്രധാനമായും റിട്ടയർമെൻറ്റ് വർഷങ്ങൾ എന്നാണ് പലപ്പോഴും സർവീസിലുള്ളവർ പറയുക. കാരണം ഒരുപാട് അധ്യാപകരുടെ കേസിൽ പ്രത്യേകിച്ചും ഒരുപാട് റിട്ടയർമെൻറ്റുകൾ വരാനുള്ള വർഷമാണെന്ന് പറയും. കാരണം എന്താണെന്ന് വെച്ചാൽ 1996 മുതൽ 2001 വരെയുള്ള കാലഘട്ടത്തിൽ ഒരുപാട് അപ്പോയിൻമെൻറ്റുകൾ അധ്യാപക മേഖലയിൽ ടീച്ചേഴ്സിൻ്റെ ഇടയിൽ നടന്നിട്ടുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. 2001 ശേഷം കുറച്ച് എല്ലാ നിയമനങ്ങളിലും ചെറിയൊരു സർക്കാർ ജീവനക്കാരുടെ സമരവുമായി ബന്ധപ്പെട്ട് കുറച്ച് ഡിലേ ആ സമയത്തുണ്ടായിരുന്നു എന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ, ആ സമയത്ത് 96 മുതൽ 2001 വരെയുള്ള ഒരുപാട് പേര് നിയമനങ്ങൾ നടന്നതാണ്. അവരുടെയൊക്കെ ഒരു റിട്ടയർമെൻറ്റ് കാലാവധി അധ്യാപകരായി കയറുന്നതിന് മിക്കവാറും 25 വയസ്സ് മുതൽ 28-30 ഇടയിലായിരിക്കും. അവരുടെ ഒരു റിട്ടയർമെൻറ്റ് കാലാവധി വരുന്നത് 2025 മുതലാണ്.
25 മെയ്യിൽ തന്നെ ഇപ്പോൾ തന്നെ ശ്രദ്ധിച്ചാൽ ഒരുപാട് റിട്ടയർമെൻറ്റ് വന്നിട്ടുണ്ട്. അത് നമ്മുടെ ഈ ലിസ്റ്റിന് ഒരു സാധ്യതയാണെന്ന് പറയാം. ഒരുപാട് റിട്ടയർമെൻറ്റ് വേക്കൻസി വരികയാണെങ്കിൽ, പ്രൊമോഷൻ വേക്കൻസി വരികയാണെങ്കിൽ, നോൺ ജോയിനിങ് വരികയാണെങ്കിൽ ഈ ലിസ്റ്റിൽ നിന്ന് ജോയിൻ ചെയ്യാതെ മറ്റു ലിസ്റ്റിൽ, അതായത് UPയിലേക്കോ മറ്റേതെങ്കിലും ലിസ്റ്റിൽ HSIയിലേക്കോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൽ പോയവരോ അങ്ങനെ പല ലിസ്റ്റുകളിലേക്ക് പോയി കഴിഞ്ഞാൽ, പല ലിസ്റ്റുകളിൽ ജോലിയിലേക്ക് നോൺ ജോയിനിങ് പറയുമ്പോൾ അത്രയൊക്കെ വരുമോ എന്ന് ചിന്തിക്കും. കഴിഞ്ഞ മലപ്പുറം ലിസ്റ്റിൽ 162 പേരാണ് NJD വന്നിരിക്കുന്നതെന്ന് ഓർക്കണം. 162 പേർക്ക് ജോയിനിങ് കിട്ടാതെ NJD വേക്കൻസിയിൽ ജോയിൻ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് NJDയുടെ വലിപ്പം നമ്മൾ മനസ്സിലാക്കുന്നു. ഇനി ഞാൻ പറയാൻ പോകുന്നത് കഴിഞ്ഞ 2 ലിസ്റ്റുകളുടെ, അതായത് ഈ ലിസ്റ്റ് തുടങ്ങിയത് നമുക്കറിയാം മെയ് 31-നാണ്. മെയ് 31, 2022 തുടങ്ങി ഈ മെയ് 31, 2025 അവസാനിച്ച ഒരു ലിസ്റ്റിൻ്റെ നിയമന നിലയുണ്ട്. അതുപോലെ അതിൻ്റെ തൊട്ട് മുമ്പത്തെ ഒരു ലിസ്റ്റുണ്ട്, അത് 2022 മെയ് 31 അവസാനിച്ചതാണ്. ആ ലിസ്റ്റിലും ഈ രണ്ടാമത്തെ ലിസ്റ്റിലും നമ്മളിപ്പോൾ കഴിഞ്ഞ ലിസ്റ്റിലും എങ്ങനെയാണ് നിയമനം നടന്നത്, എത്രത്തോളം പോസ്റ്റുകൾ നിയമനം നടന്നു എന്നതിന് താരതമ്യമാണ് നടത്തുന്നത്. അത് വെച്ച് നിങ്ങൾ തന്നെ അസസ് ചെയ്യുക. നിങ്ങളുടെ റാങ്ക് വെച്ച് കിട്ടുമോ കിട്ടില്ലേ എന്നുള്ളത് നിങ്ങൾ തന്നെ അസസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അതിലേക്കാണ് കിടക്കുന്നത്. വീഡിയോ കുറച്ച് ലെങ്തി ആണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ ജില്ലകളും ഇപ്പോൾ എടുക്കുന്നില്ല, തുടർന്നും മറ്റു ജില്ലകളിലേക്ക് പോകും. ഈ ഡാറ്റ ചിലപ്പോൾ മറ്റ് പലർക്കും ഉപകാരപ്പെടുമെന്നുള്ളതുകൊണ്ട് നിങ്ങൾ തന്നെ പരമാവധി ഷെയർ ചെയ്യാൻ ശ്രദ്ധിക്കുക. മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നവർക്ക് ഷെയർ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ നമുക്ക് നോക്കുന്നത് തിരുവനന്തപുരത്തിൻ്റെ കേസാണ്. അതിൽ കഴിഞ്ഞ ലിസ്റ്റിൽ 31/5/2022 അവസാനിച്ച ലിസ്റ്റിൽ ടോട്ടൽ അഡ്വൈസ് വന്നിരിക്കുന്ന 519 അഡ്വൈസാണ് വന്നിരിക്കുന്നത്. 519. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അത് പറഞ്ഞിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ട് അങ്ങനെ പറയാം. ഓപ്പൺ കോമ്പറ്റീഷൻ 375 റാങ്ക് വരെ, ഈഴവ 384 റാങ്ക് വരെ, മുസ്ലിം റിസർവേഷൻ സപ്ലിമെൻ്ററി ലിസ്റ്റ് 35 റാങ്ക് വരെ, SC സപ്ലിമെൻ്ററി ലിസ്റ്റ് 57, ST എല്ലാവർക്കും, ലാറ്റിൻ കത്തോലിക്ക 371, വിശ്വകർമ്മ 420, OBC 364, SIC നാടാർ 331. ഇങ്ങനെയാണ് നിയമന നില വന്നത്. ഞാൻ മുമ്പ് പറയാം, നിങ്ങൾക്കറിയുമായിരിക്കും, ഏതാണ്ട് ആൾക്കാർ ശ്രദ്ധിക്കുന്നവർക്കറിയാം. 519 അഡ്വൈസ് പോയിട്ടുണ്ട് ആ ലിസ്റ്റിൽ നിന്ന്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിൻ്റെ ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത് ഈ മെയ് 7-ാം തീയതിയാണ്. ലാസ്റ്റ് അഡ്വൈസ് മെയ് 7-ാം തീയതിയാണ് പോയിരിക്കുന്നതെന്ന് പ്രത്യേകം. 11 പേരെ നിയമിച്ചിട്ടുണ്ട്. NJD 80 പേരുണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിൻ്റെ ഒരു തുടർച്ചയാണ്. അതിൽ ആ ലിസ്റ്റ് വന്നത് നമുക്കറിയാം മെയ് 31, 2022 അത് കഴിഞ്ഞ് ജൂലൈ 22 തന്നെ ഫസ്റ്റ് അഡ്വൈസ് പോയിട്ടുണ്ട്. ജൂലൈയിൽ തന്നെ, അതായത് മെയ്യിൽ വന്ന് ജൂൺ കഴിഞ്ഞ് ജൂലൈ. ചിലപ്പോൾ ഈ ലിസ്റ്റും ചിലപ്പോൾ അങ്ങനെ തന്നെ വരും. ജൂൺ ജൂലൈ ആകുമ്പോഴേക്ക് തന്നെ ചിലപ്പോൾ വരാം സാധ്യതകൾ. അന്ന് വന്നിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് അന്ന് 161 പേരെ നിയമിച്ചിട്ടുണ്ട്. ആ ഫസ്റ്റ് അഡ്വൈസിൽ തന്നെ 97-ാം റാങ്ക് വരെ ഓപ്പൺ കാറ്റഗറിയിൽ നിയമനം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി അതിൻ്റെ തൊട്ട് മുമ്പത്തെ ലിസ്റ്റിലുള്ള അവസ്ഥ എന്താണെന്ന് ഞാൻ പറയാം. താരതമ്യം ചെയ്യുമ്പോൾ ഓപ്പൺ കാറ്റഗറിയിൽ 388-ാം റാങ്ക് വരെയാണ് അതിൽ നിയമനം വന്നത്. അതായത് ഈ കഴിഞ്ഞ ലിസ്റ്റിൽ 375 റാങ്ക് വരെയാണ് നിയമിച്ചെങ്കിൽ 2022 അവസാനിച്ച ലിസ്റ്റിൽ 388. അതായത് വലിയ മാറ്റമൊന്നുമില്ല. ഓപ്പൺ കാറ്റഗറി പുതിയ 2025 അവസാനിച്ച ലിസ്റ്റിൽ 375 റാങ്ക് വരെയാണെങ്കിൽ ഇതിൽ 388-ാം റാങ്ക് വരെ. അതാണ് അതിൻ്റെ. ഈഴവ 384 ആണെങ്കിൽ ഈ തൊട്ട് മുമ്പത്തെ പഴയ ലിസ്റ്റിൽ 386 വരെ. ഇങ്ങനെയാണ് നിയമനങ്ങൾ വന്നിരിക്കുന്നത്. മുസ്ലിം റിസർവേഷൻ സപ്ലിമെൻ്ററി ലിസ്റ്റ് 35 വരെയാണെങ്കിൽ അതിൻ്റെ മുമ്പത്തെ ലിസ്റ്റ് സപ്ലിമെൻ്ററി ലിസ്റ്റ് 37 വരെ. അങ്ങനെയാണ് നിയമനം വന്നിരിക്കുന്നത്. EWSൻ്റെ കാര്യം അതിൽ വരില്ല, എന്നാൽ EWS എന്നുള്ള ഇതില്ലാത്തത് കൊണ്ട്. ഇങ്ങനെയാണ് നിയമനം വന്നിരിക്കുന്നത്. തിരുവനന്തപുരത്ത് തൊട്ട് മുമ്പത്തെ ലിസ്റ്റിലും ഈ തൊട്ട് പഴയ ലിസ്റ്റിലും ഏതാണ്ട് ഒരേ നിയമന നില തന്നെ വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതൊരു ചിലപ്പോൾ ഒരു സൂചകമായിട്ട് എടുക്കാം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. മറ്റ് കാര്യങ്ങൾ, ഓരോ റാങ്ക് വെച്ചുള്ള നിയമന നിലകൾ നമുക്ക് പിന്നീട് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. തിരുവനന്തപുരത്തിൻ്റെ കേസ് അങ്ങനെയാണ്. അതായത് ഒരേ നിയമന നില തന്നെ കഴിഞ്ഞ 6 വർഷത്തെ ഏതാണ്ട് ഡീറ്റെയിൽസാണ് ഇതിൽ വന്നിരുന്നത്. അതായത് 2 ലിസ്റ്റുകൾ 3 വർഷം വെച്ച് നോക്കുമ്പോൾ 6 വർഷത്തെ നിലവിൽ ഒരേ ലെവലിൽ തന്നെ ഏതാണ്ട് നിയമന നില വന്നിട്ടുണ്ട് എന്നുള്ളതാണ് തിരുവനന്തപുരത്തിൻ്റെ കേസിൽ പറയുന്നത്. ഇനി നമ്മൾ പരിശോധിക്കുന്ന പാലക്കാടിൻ്റെ കേസാണ്. പാലക്കാടിൻ്റെ കേസ് ഞാൻ മുൻ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. അവിടെ വന്നിരിക്കുന്ന ഈ ലിസ്റ്റ് വന്നിരിക്കുന്ന അതേ ഡേറ്റിൽ തന്നെയാണ്. 31/5/2022 തൊട്ട് പഴയ ലിസ്റ്റ് വന്നിരിക്കുന്നത്. ടോട്ടൽ അഡ്വൈസ് 268 പേര് അഡ്വൈസ് വന്നിട്ടുണ്ട്. ഓപ്പൺ കോമ്പറ്റീഷൻ 222, ഈഴവ 233, SC സപ്ലിമെൻ്ററി ലിസ്റ്റ് 6 വരെ, ST എല്ലാവരും എടുത്തു. വിശ്വകർമ്മ 276, മുസ്ലിം കാറ്റഗറി 225 വരെ.
അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ലിസ്റ്റിൽ നിന്ന് കഴിഞ്ഞ ഈ മെയ് 31 അവസാനിച്ച ലിസ്റ്റിൽ നിന്ന് മെയ് 3 ഒരു അഡ്വൈസ് പോയിട്ടുണ്ട്. അതായത് PSC പറയുന്നതനുസരിച്ച് ഏപ്രിൽ 22 വരെയുള്ള ഒഴിവുകളെല്ലാം റിപ്പോർട്ട് അഡ്വൈസ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് മാക്സിമം നിയമനം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അന്ന് 11 വേക്കൻസി, അവസാന അഡ്വൈസിൽ 11 വേക്കൻസി ഫില്ല് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് മുമ്പത്തെ ലിസ്റ്റ് ഞാൻ പറഞ്ഞു 2022 അവസാനിച്ച ലിസ്റ്റിൽ ടോട്ടൽ 533 അഡ്വൈസ് പോയിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് നമുക്ക് 268 അഡ്വൈസാണ് പോയതെങ്കിൽ മുൻപത്തെ ലിസ്റ്റിൽ നിന്ന് 533 അഡ്വൈസ് പോയിട്ടുണ്ട്. തിരുവനന്തപുരത്തിൽ നിന്ന് വേറെ വ്യത്യസ്തമാണ്. 533 അഡ്വൈസ് മുംബൈ പോയ സ്ഥലത്ത് 268 വന്നിട്ടുള്ളൂ. അതിൽ നിന്ന് മാറ്റി ഓപ്പൺ കോമ്പറ്റീഷൻ 395, ഈഴവ സപ്ലിമെൻ്ററി ലിസ്റ്റ് 2, മുസ്ലിം സപ്ലിമെൻ്ററി ലിസ്റ്റ് 3 വരെ. ഇങ്ങനെ നിയമനം നടന്ന സ്ഥലത്താണ് പാലക്കാട് കഴിഞ്ഞ തവണ നിയമനം ടോട്ടൽ അഡ്വൈസ് 268 ഒതുങ്ങിയത്. ചിലപ്പോൾ അത് ഈ തവണ കുറച്ചുകൂടി കൂടാൻ സാധ്യത വരാനായിരിക്കാം. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത് എന്നുള്ളത് നമുക്ക് പ്രത്യേകിച്ച് പറയാൻ കഴിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്, സാധ്യതകൾ നമ്മൾ വിലയിരുത്തുമ്പോൾ ഇങ്ങനെ ചാഞ്ചാടി വരുന്ന ജില്ലകൾ വരുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതൽ നിയമനം വന്ന സമയം, കുറച്ച് നിയമനം വന്ന സമയം, അത് പലപ്പോഴും റിപ്പോർട്ടിങ്ങിൻ്റെ ഒരു പ്രശ്നമായിരിക്കാം. ചിലപ്പോൾ വേക്കൻസി വരുന്നതിലുള്ളതായിരിക്കും, ട്രാൻസ്ഫറുകളിൽ വന്ന വ്യത്യാസമായിരിക്കാം. ഇതൊക്കെയാണ് പാലക്കാടിൻ്റെ അവസ്ഥ. നമുക്ക് പാലക്കാടിൻ്റെ അവസ്ഥ നമുക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് ഓരോ റാങ്ക് വെച്ച് നമുക്ക് വിലയിരുത്താവുന്നതാണ്. പിന്നീട് ഞാൻ കാസർഗോഡ് ജില്ലയുടെ കാര്യം വരുമ്പോൾ ഇതേ അവസ്ഥ 2022 തുടങ്ങിയ ലിസ്റ്റാണ് പഴയ ലിസ്റ്റ്. 2025 അവസാനിച്ചു. അതിൽ വന്ന ടോട്ടൽ അഡ്വൈസ് 416. ഞാൻ കാസർഗോഡ് കേസ് ഞാൻ പറഞ്ഞു 416 അഡ്വൈസാണ് വന്നത്. അന്ന് ഓപ്പൺ കോമ്പറ്റീഷൻ 277 വരെ പോയി. ഈഴവ 277 ഇതിൻ്റെ ലിസ്റ്റായിരുന്നു. SC എല്ലാവരെയും, SC ST എല്ലാവരെയും. മുസ്ലിം 482 റാങ്ക് വരെ നിയമനം ലഭിച്ചു. ലാറ്റിൻ കത്തോലിക്ക, ആംഗ്ലോ ഇന്ത്യൻ അതിൽ സപ്ലിമെൻ്ററി ലിസ്റ്റ് 1 വരെ. വിശ്വകർമ്മ 319, OBC 276. ആ ലിസ്റ്റിൽ നിന്നും കഴിഞ്ഞ മെയ് മാസത്തിൽ, അതായത് കേരളത്തിലുടനീളം ആ ലിസ്റ്റിൽ നിന്ന് മെയ് മാസം വരെ ലിസ്റ്റിൽ നിന്ന് നിയമനം നടത്താൻ അതാത് ടീം വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് അതിൽ മനസ്സിലാക്കേണ്ടത്. മെയ് 15 അഡ്വൈസ് പോയിട്ടുണ്ട്. 21 വേക്കൻസി ഫില്ലായി. PSC പറയുന്നതനുസരിച്ച് മെയ് 9 വരെയുള്ള വേക്കൻസികൾ ഫില്ല് ചെയ്തിട്ടുണ്ട് കാസർഗോഡ് എന്നുള്ളതാണ്. മെയ് 9 വരെ, അതായത് മാർച്ചിലെ റിട്ടയർമെൻറ്റ് വേക്കൻസി കൂടി ചിലപ്പോൾ അതിൽ ഫില്ലായിട്ടുണ്ടാവാനാണ് സാധ്യത. മാർച്ചിൽ ഇനി മെയിലെ റിട്ടയർമെൻറ്റ് വേക്കൻസി ആയിരിക്കും. ഇനി മുൻകൂട്ടി കണക്കാക്കി വേക്കൻസി ഫില്ല് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് പരിശോധിച്ചറിയേണ്ട കാര്യങ്ങളാണ്. പക്ഷേ മെയ് 9 വരെയുള്ള വേക്കൻസി ഫില്ല് ചെയ്തു എന്നാണ്, റിപ്പോർട്ട് ചെയ്ത വേക്കൻസികൾ ഫില്ല് ചെയ്തു എന്നാണ് PSC പറയുന്നത്. അതിൻ്റെ തൊട്ട് മുമ്പത്തെ ലിസ്റ്റിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് നോക്കാം നമുക്ക്. ഓപ്പൺ കോമ്പറ്റീഷൻ എല്ലാവരെയും നിയമിച്ചിട്ടുണ്ട്. അതിൽ ടോട്ടൽ അഡ്വൈസ് നോക്കാം. ഈഴവ 294, SC ST ഓൾ, മുസ്ലിം റിസർവേഷൻ സപ്ലിമെൻ്ററി ലിസ്റ്റ് 80, വിശ്വകർമ്മ സപ്ലിമെൻ്ററി ലിസ്റ്റ് 3. ടോട്ടൽ അഡ്വൈസ് 495. ഈ കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് 416 ഇതിൽ 495 വരെ നിയമിച്ചിട്ടുണ്ട്. പക്ഷേ ഓപ്പൺ കോമ്പറ്റീഷൻ 293 വരെയായിരുന്നു, അത് 277. വലിയൊരു വ്യത്യാസമില്ലാതെ ഓപ്പൺ കോമ്പറ്റീഷനിൽ ലിസ്റ്റ് വന്നു. പക്ഷേ ലിസ്റ്റ് തീർന്നതിലാണ് ലിസ്റ്റ് തീർന്നതുകൊണ്ട് എക്സോസ്റ്റ് ചെയ്തതുകൊണ്ടാണ് ആദ്യത്തെ ലിസ്റ്റ് അവസാനിച്ചത്. രണ്ടാമത്തെ ലിസ്റ്റ് ഈ മെയ് 31 അവസാനിച്ചല്ലോ. 495, 416 ചെറിയൊരു വ്യത്യാസം അവിടെ വന്നിട്ടുണ്ടെങ്കിലും ഏതാണ്ട് 400 അഡ്വൈസുകളോളം, 400-500 അഡ്വൈസുകളോളം കാസർഗോഡ് അതേ ലെവലിൽ തന്നെ തുടരുന്നുണ്ട് എന്നാണ് കാസർഗോഡിൻ്റെ അവസ്ഥയിൽ നിന്ന് മനസ്സിലാവുന്നത്. കാസർഗോഡ്, മലപ്പുറം ഈ ജില്ലകളൊക്കെ പലപ്പോഴും ചാഞ്ചാട്ടം വരുന്ന ജില്ലകളാണ്. മലപ്പുറത്ത് കൂടുതൽ അഡ്വൈസ് വരുന്നത് പലപ്പോഴും മറ്റു ജില്ലകളിൽ നിന്നുള്ള ആൾക്കാർ വന്ന് എഴുതുന്നൊരു ജില്ലയാണ് മലപ്പുറം എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് കുറഞ്ഞെങ്കിലും, മുമ്പ് കാലത്ത് അത് കൂടുതലായിരുന്നു, ഇപ്പോൾ കുറച്ച് കുറഞ്ഞെങ്കിലും. പക്ഷേ ഈ മലപ്പുറത്ത് ഇപ്പോഴും കുറച്ച് ദൂരെ നിന്നുള്ള ആൾക്കാർ വരുന്നുണ്ട്. മലപ്പുറത്ത് കുറച്ച് കൂടുതൽ സ്കൂളുകളുണ്ട്. അതുപോലെ തന്നെ കാസർഗോഡും അതുപോലെ സംഭവിക്കും. കാസർഗോഡ് പലപ്പോഴും ട്രാൻസ്ഫറുകൾ കാസർഗോഡേക്ക് വരുന്നതാണ്, കാസർഗോഡ് നിന്ന് തിരിച്ചു പോകുന്നതാണ്. അതുകൊണ്ട് ട്രാൻസ്ഫറുകൾ വരുന്നതുകൊണ്ട് ഒഴിവുകൾ കൂടും. അങ്ങനെ വരുന്നൊരു ജില്ലയാണ് കാസർഗോഡിൻ്റെ അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് കാസർഗോഡും പ്രെഡിക്റ്റബിൾ അല്ല, പലപ്പോഴും പ്രെഡിക്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ജില്ലയാണ് കാസർഗോഡ്. ഇനി നമ്മൾ നോക്കുന്നത് കോഴിക്കോടിനെ കുറിച്ചാണ്. കോഴിക്കോട് കഴിഞ്ഞ ലിസ്റ്റിൽ 482 അഡ്വൈസ് പോയിട്ടുണ്ട്. അതിൻ്റെ മുമ്പത്തെ ലിസ്റ്റിൽ 392 അഡ്വൈസ് ആയിരുന്നു പോയിരുന്നത്. ഞാൻ ഡയറക്റ്റായിട്ടും പറയുകയാണ്, 392 അഡ്വൈസ് ആയിരുന്നു 2022 മെയിൽ അവസാനിച്ച ലിസ്റ്റെങ്കിൽ 2025 മെയിൽ അവസാനിച്ച ലിസ്റ്റിലായപ്പോഴേക്ക് 482 അഡ്വൈസ് പോയിട്ടുണ്ട്. അപ്പോൾ അത്രയും വർധനവാണ് കോഴിക്കോട് വന്നിരിക്കുന്ന ലിസ്റ്റിൽ നിന്ന്. അതായത് ഈ തൊട്ടവസാനിച്ച ലിസ്റ്റിൽ ഓപ്പൺ കോമ്പറ്റീഷൻ 379 ആയിരുന്നെങ്കിൽ ഈഴവ 376, SC സപ്ലിമെൻ്ററി ലിസ്റ്റ് 36, ST സപ്ലിമെൻ്ററി ലിസ്റ്റ് 7, മുസ്ലിം കാൻഡിഡേറ്റ് 382, വിശ്വകർമ്മ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 2.
ഇങ്ങനെയാണ് അഡ്വൈസ് പോയിരിക്കുന്നത്. പക്ഷേ തൊട്ട് മുമ്പത്തെ ലിസ്റ്റിലാണെങ്കിൽ ഓപ്പൺ കമ്പറ്റീഷൻ 294 ഉണ്ടായിരുന്ന സ്ഥലത്താണ് ഈ കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് 379. അവിടെ കൂടുതൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യിക്കാനും നിയമനം നടത്താനും അവർ കഴിഞ്ഞു എന്നുള്ളതാണ് കോഴിക്കോടിൻ്റെ അവസ്ഥ. അതാണ് കോഴിക്കോടിൻ്റെ അവസ്ഥ. കോഴിക്കോട് നിയമന നില കൂടിയിട്ടുണ്ട്. ഇനി ഈ ലിസ്റ്റിൽ നിന്ന് എന്താവും എന്നുള്ളത് നമുക്ക് വിശകലനം ചെയ്യാവുന്നതാണ്. കൂടുതൽ കാര്യങ്ങൾ ഡാറ്റ പരിശോധിച്ച് ഒഴിവുകൾ വരുന്നത് മറ്റ് റിട്ടയർമെൻറ്റ് വേക്കൻസി കൂടുതൽ പരിഗണിച്ചുകൊണ്ട് നമുക്ക് വിശകലനം ചെയ്യാവുന്നതാണ്. മലപ്പുറത്തിൻ്റെ കേസാണ് ഞാൻ അടുത്ത് പറയുന്നത്. മലപ്പുറത്തിൻ്റെ കേസ് പറയുമ്പോൾ മലപ്പുറമാണ് കൂടുതൽ അഡ്വൈസ് വരുന്ന, കേരളത്തിലെ ഏറ്റവും കൂടുതൽ അഡ്വൈസ് വരുന്ന ജില്ലയാണ്. കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് 1185 അഡ്വൈസ് പോയിട്ടുണ്ട് എന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓപ്പൺ കോമ്പറ്റീഷൻ 973 ആയിരുന്നു, ഈഴവ 978, SC സപ്ലിമെൻ്ററി ലിസ്റ്റ് 80, ST എല്ലാവരെയും, മുസ്ലിം 975, ലാറ്റിൻ കത്തോലിക്ക ആംഗ്ലോ ഇന്ത്യൻ സപ്ലിമെൻ്ററി ലിസ്റ്റ് 31, OBC 979, വിശ്വകർമ്മ സപ്ലിമെൻ്ററി ലിസ്റ്റ് 3, SIUC നാടാർ സപ്ലിമെൻ്ററി ലിസ്റ്റ് 4. ഈ ലിസ്റ്റിൽ മലപ്പുറത്തെ ലിസ്റ്റിൽ നിന്ന് പ്രത്യേകത ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത് ഈ മെയ് 6-നാണ്. കഴിഞ്ഞ മെയ് 6-ാം തീയതി ലാസ്റ്റ് 7 വേക്കൻസി ഫില്ല് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതും കൂടി ശ്രദ്ധിക്കാം. മെയ് മാസത്തിലും അഡ്വൈസ് പോയിട്ടുണ്ട്. അതായത് മാർച്ചിൽ റിട്ടയർമെൻറ്റ് വേക്കൻസി വരെ അതിൽ പോയിട്ടുണ്ടാകാനാണ് സാധ്യത. മലപ്പുറത്തിൻ്റെ ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ ഈ 2025 കഴിഞ്ഞ മാസം ഈ 31-ന് അവസാനിച്ച ലിസ്റ്റ് ഉണ്ടല്ലോ, ആ ലിസ്റ്റിൻ്റെ നിലവിൽ വന്നത് 2022 മെയ്യിലാണ്, മെയ് അവസാനമാണ്. അത് കഴിഞ്ഞ് അതിൻ്റെ ഫസ്റ്റ് അഡ്വൈസ് വന്നത് ഓഗസ്റ്റ് 8-നാണ്. അതായത് മെയ് കഴിഞ്ഞ് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് 8-നാണ് അഡ്വൈസ് വന്നത്. ഫസ്റ്റ് അഡ്വൈസിൽ തന്നെ 746 അഡ്വൈസ് പോയ ലിസ്റ്റാണ് മലപ്പുറത്ത്. 746 ഓർമ്മ കാണുന്ന 746 ഫസ്റ്റ് അഡ്വൈസിൽ തന്നെ. ഓപ്പൺ കോമ്പറ്റീഷൻ 587 വരെയും, മുസ്ലിം 590 വരെയും, SC സപ്ലിമെൻ്ററി ലിസ്റ്റ് 36, ഈഴവ 596. ഇത്രയും അഡ്വൈസ് ഫസ്റ്റ് ഇതിൽ തന്നെ മലപ്പുറത്ത് പോയിരുന്നു എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധ വേണം. കാരണം അത് കൊറോണ കാലത്തിന് ശേഷം, കഴിഞ്ഞ തൊട്ട് മുന്നത്തെ ലിസ്റ്റ് കൊറോണ കാലത്തിന് ശേഷം ഉള്ളൊരു ലിസ്റ്റായിരുന്നു. മുൻ ലിസ്റ്റ് അതിൻ്റെ തൊട്ട് മുന്നത്തെ ലിസ്റ്റിൽ 1179 ഈ അവസാനിച്ച ലിസ്റ്റ് 1185 ഏതാണ്ട് ഒരുപോലെ മലപ്പുറത്ത് നിയമനം നടക്കുന്നുണ്ടെന്നുള്ളതാണ്. അതിൽ ഓപ്പൺ കോമ്പറ്റീഷൻ 983 ഇതിൽ 973. വലിയ മാറ്റമില്ല. മലപ്പുറത്ത് ഏതാണ്ട് അതേ ലെവലിൽ തന്നെ നിയമനങ്ങൾ നടക്കുന്നുണ്ട്. കഴിഞ്ഞ 2 ലിസ്റ്റിൽ നിന്നും അതേ ലെവലിലാണ് നിയമനങ്ങൾ നടക്കുന്നത്. ചിലപ്പോൾ ഈ ലിസ്റ്റിൽ നിന്ന് നമ്മുടെ ഈ അനുകൂല സാഹചര്യം, ഞാൻ ആദ്യം പറഞ്ഞ അനുകൂല സാഹചര്യം വെച്ച് കൂടുതൽ നിയമനങ്ങൾ നടക്കാനും സാധ്യതയുള്ള ജില്ലയാണ് മലപ്പുറം എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. ഇനി നമ്മൾ പരിശോധിക്കുന്ന ആലപ്പുഴ ജില്ലയെക്കുറിച്ചാണ്. ആലപ്പുഴ ജില്ലയിൽ കഴിഞ്ഞ ലിസ്റ്റ് നിലവിൽ വന്നത് 31/5/2022 ടോട്ടൽ അഡ്വൈസ് 210 ആ ലിസ്റ്റിൽ നിന്ന് വന്നത്. പക്ഷേ അതിൻ്റെ മുമ്പത്തെ ലിസ്റ്റിൽ നിന്ന് 433 അഡ്വൈസ് പോയിട്ടുണ്ടെന്നുള്ളതാണ്. കഴിഞ്ഞ ലിസ്റ്റിൽ താരതമ്യേന അതിൻ്റെ പകുതിയെ വന്നിട്ടുള്ളൂ അഡ്വൈസിൻ്റെ എണ്ണം നോക്കുമ്പോൾ. ഓപ്പൺ കോമ്പറ്റീഷൻ 366 ഉണ്ടായിരുന്നത് കഴിഞ്ഞ ലിസ്റ്റിൽ ഓപ്പൺ കോമ്പറ്റീഷൻ 179 വന്നിട്ടുള്ളൂ. അതുപോലെ ഈഴവ 377 ഉണ്ടായിരുന്നത് കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് 180 വന്നിട്ടുള്ളൂ. സപ്ലിമെൻ്ററി ലിസ്റ്റ് ിൽ നിന്നാണ് SC നിലവിൽ നടന്നിരിക്കുന്നത്. അതിൽ ST എല്ലാ നിയമനം. വിശ്വകർമ്മ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 3 വരെ പോയിരുന്നു, പക്ഷേ കഴിഞ്ഞ ലിസ്റ്റ് 212 വരെ. മുസ്ലിം റിസർവേഷൻ സപ്ലിമെൻ്ററി ലിസ്റ്റ് 6 വരെ പോയിരുന്നു മുന്നത്തെ ലിസ്റ്റിൽ നിന്ന്. ഈ ലിസ്റ്റിൽ നിന്ന് 203 വരെ. ലാസ്റ്റ് അഡ്വൈസ് വന്നിരിക്കുന്ന ആ ലിസ്റ്റിൽ നിന്ന് ലാസ്റ്റ് അഡ്വൈസ് വന്നിരിക്കുന്നത് 11/4/2025 ഏപ്രിൽ വരെ 7 വേക്കൻസി ഫില്ല് ചെയ്തിട്ടുണ്ട്. ഞാൻ ഏതാനും ജില്ലകളുടെ ഡീറ്റെയിൽസ് മാത്രമേ ഇപ്പോൾ എടുത്തുള്ളൂ. ബാക്കിയുള്ള ജില്ലകളുടെ ഡീറ്റെയിൽസും എൻ്റെ കയ്യിലുണ്ട്. ഡാറ്റ ഞാൻ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. ഇതുമായിട്ട് ഇടപെടുന്ന ആളെന്നതിലേക്ക് കൂടുതൽ ഓരോ ഘട്ടങ്ങളിലും കൂടുതൽ ഡാറ്റ നിങ്ങൾക്ക് എന്നിങ്ങനെയൊക്കെ വരാം. ഓരോ അഡ്വൈസ് വരുമ്പോഴും ബാക്കിയുള്ള എങ്ങനെ നിയമന സാധ്യതകൾ എങ്ങനെ എന്നുള്ളത് വരാൻ ഞാൻ തയ്യാറാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഡാറ്റ ഞാൻ മറ്റ് ജില്ലകളിൽ പോകുന്നത് കുറച്ച് ലെങ്തി വീഡിയോ ആയി പോകും. നിങ്ങൾക്ക് തന്നെ പലർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുള്ളതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പരമാവധി മുൻപത്തെ വീഡിയോ ആയാലും ഞാൻ പരമാവധി സംശയങ്ങൾക്ക് മറുപടി തരാൻ ശ്രമിക്കുന്നുണ്ട്. സമയ ലഭ്യതയ്ക്കനുസരിച്ചുമുള്ള ഞാൻ മറുപടികൾ തരാൻ ശ്രമിക്കാം. തുടർന്നും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ സമയത്തിനനുസരിച്ച് ഞാൻ മറുപടി തരാൻ ശ്രമിക്കാം. മറ്റ് ജില്ലകളുടെ കാര്യങ്ങൾ എന്തെങ്കിലും അപഗ്രഥിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ശ്രമിക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ റാങ്ക് എത്രത്തോളം വരും, അപ്പോയിൻമെൻറ്റ് എപ്പോൾ വരും എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു തന്നതുപോലെ PSCയുടെ സൈറ്റിൽ നിന്നുള്ള നോക്കി നിങ്ങളുടെ റൊട്ടേഷൻ ചാർട്ട് നോക്കി നിങ്ങൾക്ക് തന്നെ നോക്കാവുന്നതാണ്. ഏതാണ്ട് എത്രത്തോളം നിയമനം വരും എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അപഗ്രഥിക്കാവുന്നതാണ്. ഈ വീഡിയോ കണ്ട് നിങ്ങൾ ഏതാണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കുന്നു. മറ്റ് ജില്ലകളുടെ കാര്യങ്ങൾ ഞാൻ തുടർന്ന്
തുടർന്നുള്ള ദിവസങ്ങളിൽ പറ്റുവാണെങ്കിൽ സമയം കിട്ടുന്നവർക്ക് നിങ്ങൾക്ക് വേണ്ടി എത്തിക്കുന്നതാണ്. ഈ വീഡിയോ പലർക്കും ഈ ഡാറ്റ വെച്ച് മറ്റ് പലർക്കും ഉപകാരപ്രദമായേക്കാം. അതുകൊണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കാരണം എങ്കിലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ എന്നുള്ളതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു.